മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മുഖ്യമന്ത്രിയുടെ നിലപാട് പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായി. നവകേരള സദസ്സിന്റെ പേരിൽ വ്യാപകമായി പണപ്പിരിവ് നടന്നതിലും അവ്യക്തതയുണ്ടെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു. മന്ത്രി VN വാസവൻ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കമ്മിറ്റി യോഗം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടും പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായി. ജനങ്ങളോട് ഇടപെടുന്നതിലും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനും പല മന്ത്രിമാരും പരാജയമാണ്. സംസ്ഥാനത്ത് അലയടിച്ച ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടു. എന്ത് ചെയ്താലും പാർട്ടി ചിഹ്നം നോക്കിയ ആളുകൾ വോട്ട് ചെയ്യുമെന്ന കണക്കൂട്ടലുകൾ തെറ്റി. പാർട്ടിയുടെ നേതൃനിരയിലുള്ളവരുടെ മക്കൾ അനധികൃതമായി പണം സമ്പാദിച്ചുവെന്ന ആരോപണവും തിരിച്ചടിയായി. എന്നിങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ CPM-നെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കാൻ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ തന്നെയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇന്നലെ ഉയർന്നത്. മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് പല രീതിയിലും അധികഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഘടകകക്ഷി മന്ത്രിമാരുടെ വിമർശനവും തിരിച്ചടിയായി. നവകേരള സദസ്സിന്റെ സംഘാടനത്തിലെ പണപ്പിരിവ് ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും അതാണ് തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെന്നുമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മന്ത്രി VN വാസവൻ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. നവകേരള സദസ്സിനായി ഉദ്യോഗസ്ഥർ പലയിടങ്ങളിൽ നിന്ന് പണം പിരിച്ചത് ഔദ്യോഗിക രേഖകളിലോ കണക്കുകളിലോ ഇല്ല. പാർട്ടി സഹയാത്രികർ പോലും ലക്ഷങ്ങൾ സംഭാവന നൽകിയിട്ടും ആ വിവരങ്ങൾ പോലും പാർട്ടിയെ അറിയിച്ചിട്ടില്ല എന്നതും യോഗത്തിൽ വിമർശനമായി ഉയർന്നു. പത്തനംതിട്ടയിൽ മാത്രമല്ല, കൊല്ലം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലും സമാനമായ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. ജനം, പത്തനംതിട്ട.